റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ നേരിട്ട് സംസാരിക്കാൻ കൂടെയുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവിടേക്കുള്ള വിമാനം ഇപ്പോൾ SKMJ ഗ്രൗണ്ടിൽ വന്നു. അവിടെ നിന്ന് 20 മിനിറ്റിനുള്ളിൽ മൂവ് ചെയ്യും എന്ന് അവിടുത്തെ നോഡൽ ഓഫീസർമാർ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. 2 പേർ ഫോറസ്റ്റിൽ നിന്നും 2 പേർ 4 പേർ SOGയിൽ നിന്നും 6 പേർ ആർമിയിൽ നിന്നും പങ്കെടുക്കുന്ന 12 പേരാണ് ഇന്നത്തെ ഈ പ്രത്യേക ദൗത്യ സംഘത്തിൽ പങ്കാളികളായിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തനം ഏതാണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ആരംഭിക്കാവുന്ന വിധത്തിലാണ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അവരവിടെ എത്തിച്ചേരും. സൺറൈസ് വാലി പ്രദേശത്ത് ഇതുവരെ എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ അപകടമുണ്ടായ, ഇതുവരെ മനുഷ്യന് പോകാൻ കഴിയാത്ത വിധത്തിൽ അപകടമുണ്ടായ പ്രദേശത്ത് പോകുക എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് രാത്രി മുപ്പൈനാട് പഞ്ചായത്തിൽ നിന്നും വന്ന ആളുകൾ കണ്ടെത്തിയതുപോലെ ഒരു മൃതദേഹത്തെ തുടർന്നാണ് ഈ പ്രദേശത്ത് പ്രത്യേകമായി നമ്മൾ കാണുന്നത്. അവിടെ ഇന്നലെ രാവിലെ ഒരു ബോഡി കൂടി, അൺക്ലെയിമഡ് ആയിട്ടുള്ള ഒരു ബോഡി കൂടി കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ അവിടെ കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ടാകും എന്ന് ആളുകൾ പറയുന്ന സാഹചര്യത്തിൽ അവിടേക്ക് പോകാൻ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. അപ്പോഴാണ് നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്റർ വരുത്തി റിയാക്ഷൻ പ്ലാൻ ഇന്നലെ മന്ത്രിതല ഉപസമിതി തന്നെ തയ്യാറാക്കി നൽകുന്നത്. ആ ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ക്ലിയറായ വിധത്തിൽ നോക്കൂ, കൈരളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, കുറ്റമറ്റ വിധത്തിൽ പഴുതടച്ച വിധത്തിലുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിശോധനയുടെ പ്രത്യേകത 6 സോണുകളിൽ പരിശോധന നടക്കുന്നു എന്നുള്ളതിൻ്റെ തുടർച്ച മാത്രമല്ല, ആ പരിശോധനകളിൽ ഒരു ആത്മപരിശോധന കൂടി നമ്മുടെ സൈന്യവും ഫോഴ്സും ഇന്ന് നടത്തും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടി അടിസ്ഥാനത്തിൽ. അതായത് ഇന്ന് ഈ 8 ദിവസം നടത്തിയിരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടി ഇന്നുണ്ടാവും. അതെ, ഇന്നൊരാഴ്ച പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുലർച്ചെ ഈ ദുരന്തം ഉണ്ടായത്. ഒരാഴ്ച പൂർത്തീകരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് നാളെയുമായി അവർ നടത്തിയ പ്രദേശങ്ങളിൽ ഇനി ഒരു പോയിന്റ് ബാക്കിയുണ്ടോ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളുടെയും കൂടി സാന്നിധ്യത്തിൽ പരിശോധിക്കും. അതിനുവേണ്ടി ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് ഇനിയും കണ്ടെത്താനുള്ള മൃതശരീരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരെ കൂടി പങ്കാളിയാക്കിക്കൊണ്ടുള്ളൊരു തെരച്ചിൽ. അതാണ് ക്യാമ്പുകളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ കൂടി പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് നേതൃത്വപരമായ പങ്കുവഹിക്കുക. ആ വിധത്തിലുള്ള ഒരു തെരച്ചിൽ ദൗത്യമാണ് ഇന്ന് പോകുന്നത്. ഞാനും ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്റർ കൂടി ഇന്ന് ഈ 6 സോണുകളിലേക്ക് നേരിട്ട് പോവുകയാണ്. ഞങ്ങളിത് പലതവണ പോയതാണ്. എന്നാലും ഇന്നൊരാഴ്ച പൂർത്തീകരിക്കുന്ന ഒരു ദിവസം എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് 6 സോണുകളിലേക്ക് നേരിട്ട് പോവുകയാണ്. ആ സോണുകളിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ രേഖകൾ നഷ്ടപ്പെട്ടവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, അത്തരം ഒരു നഷ്ടത്തിൻ്റെ ഒരു കണക്കെടുക്കുന്നതിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ കണക്കെടുക്കുന്നതിലേക്ക് പോയി തുടങ്ങി. LSTDയും PWDയും ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതുകൂടി പൂർത്തിയാകുമ്പോൾ നമുക്ക് ആ കണക്കെടുപ്പിലേക്ക് പോകാം. ഒരു കാര്യം ഉറപ്പായി ഞങ്ങൾ പറയുന്നു, ഈ അനാഥത്വത്തിൻ്റെ കേരളമല്ല, സനാതത്വത്തിൻ്റെ ലോകമാതൃകയാണ് മലയാളം കെട്ടിപ്പടുക്കാൻ പോകുന്നത്. സനാതത്വത്തിൻ്റെ ലോകമാതൃക കേരളം കേവലം വീടും കെട്ടിടവുമല്ല, അത് ചേർത്ത് പിടിക്കേണ്ടതിനെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ മലയാളം ഒറ്റ മനസ്സായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ മോഡലായിരിക്കും. ആ മോഡലാണ് ഈ പുനരധിവാസ പാക്കേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി. അവരുടെ ഒരു വേദന അതേ നിലയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. ഞങ്ങളാരും മാറുന്നില്ലല്ലോ. മന്ത്രിതല ഉപസമിതി തീരുമാനിച്ച പ്രകാരം ഞങ്ങളെല്ലാം പൂർണ്ണമായി ഇവരുടെ കൂട്ടത്തിൽ, രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ കൂട്ടത്തിൽ അതേ ഭക്ഷണം കഴിച്ച് അതേ സ്ഥലങ്ങളിൽ കടന്ന് ഞങ്ങൾ ഇവരോടൊപ്പം ചേരുകയാണ്.